ചൊവ്വാദോഷം. രചന പാർവതി രുദ്രശിവ. അമ്മാവന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ നെഞ്ച് പടപടാ മിടിച്ചു. എന്തിനാവും പെട്ടെന്ന് വരാൻ പറഞ്ഞത്? ഇനി മീനാക്ഷി വല്ലതും ചെയ്തു കാണുന്നു. തലേന്ന് വൈകിട്ട് കുളക്കടവിൽ വെച്ച് പറഞ്ഞത് അവന് ഓർമ്മ വന്നു. സിദ്ധുവേട്ടനല്ലാണ്ട് ആരെങ്കിലും മീനാക്ഷിയെ കിട്ടിയാൽ ദേവിയാണ് ഈ അമ്പലക്കുളത്തിൽ ചത്തുപൊങ്ങും മീനൂട്ടിയെന്ന്. എന്റെ തേവരെ, ആ പെണ്ണ് പറഞ്ഞതാ. ഇന്നാണെങ്കിൽ ഏതോ വില്ലേജ് ഓഫീസർ അവളെ പെണ്ണാണാൻ വരുന്ന കവലിൽ വെച്ച് ആ കണിയാർ പറഞ്ഞു. തന്റെ ചങ്ങായി ദത്തന്റെ അച്ഛനാണ് ജോത്സ്യം. ഓരോന്നോർത്ത് അമ്മാവന്റെ വീടെത്തിയത് അറിഞ്ഞില്ല. അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കണ്ടു ജാലകത്തിനരികിൽ പിടക്കുന്ന ആ നിറഞ്ഞ മിഴികൾ. അവനകത്തേക്ക് ചെന്നു. അമ്മാവനും കണിയാനും അമ്മായിയൊക്കെ ഉണ്ട്. അവനെ കണ്ട അമ്മാവൻ പറഞ്ഞു, ആ സിധു വന്നോ? മീനുവിനെ കാണാൻ ഒരു കൂട്ട് വരുന്നുണ്ട്. ഇവിടെ ആമ്പിള്ളേരായിട്ട് നീയല്ലേ ഉള്ളൂ, അതുകൊണ്ട് വിളിച്ചതാ. സിധു വിളറിയൊരു ചിരിച്ചു. കണിയാൻ അവനെ നോക്കി. അല്പം കഴിഞ്ഞ് മീനാക്ഷിയെ കാണാൻ ചെക്കനും വീട്ടുകാരും വന്നു. അവൾ സങ്കടം പുറത്ത് കാട്ടാതെ പുറത്തേക്ക് വന്നു. സിധുവിനെ ഇരിക്കുന്ന ഒരു നോട്ടം നോക്കി. അവൻ മുഖം മാറ്റി. ചെക്കൻ്റെ വീട്ടുകാർക്ക് അവൾ ഇഷ്ടമായി. കണിയാനോട് ജാതകങ്ങളൊന്നും നോക്കാൻ പറഞ്ഞു അയാൾ. രാശിപ്പലക എടുത്ത് അരികിൽ വെച്ച് ജാതക ചേർച്ച നോക്കി. പെട്ടെന്ന് അയാൾ എല്ലാവരെയും നോക്കി. എന്നിട്ട് രാശിപ്പലക മാറ്റിവെച്ച് മീനാക്ഷിയുടെ അച്ഛൻ കുറുപ്പിനോടായി പറഞ്ഞു, ഈ ജാതകം നല്ല കുറുപ്പേട്ടാ. മോൾക്ക് കല്യാണം പാടാ. കുട്ടിയുടെ ജാതകത്തിലേ ചൊവ്വയാ. അതും കെട്ടുകഴിഞ്ഞ 7 നാളിനുള്ളിൽ ഭർത്താവിന്റെ വിയോഗം കാണുന്നുണ്ട്. കേട്ടപാതി ചെക്കൻ്റെ കൂട്ടിൽ പോയി. സിധു മീനാക്ഷിയെ നോക്കി. അവളിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് മങ്ങി. അവൾ അവനെ നോക്കി. തന്നെ കുറിച്ച് മീനു ഓർത്തെന്ന് അവന് മനസ്സിലായി. പുഞ്ചിരിച്ച മുഖത്ത് പെയ്യാൻ പോകുന്ന കാർമേഘ ഉരുണ്ടുകൂടുന്ന അവൻ കണ്ടു. അവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് ഓടി. അമ്മാവൻ വിഷമത്തോടെ ചോദിച്ചു, ഇതിനൊരു പരിഹാരമില്ലേ? എന്താ ചെയ്യാ? ഇതൊന്നും നോക്കാത്ത ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ സത്യമുണ്ട്. ജീവന് കൊതിക്കാത്ത ആരെങ്കിലും കുട്ടിയെ കെട്ടണം. കല്യാണം കഴിഞ്ഞ് 7 നാൾ ഉപവാസവും സുമംഗലിയായിട്ടിരിക്കാൻ പ്രത്യേക വ്രതവും പ്രാർത്ഥനയായിട്ട് കഴിയണം. ഭഗവാൻ കനിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. മറിച്ചായ അയാൾ നിർത്തി. ആരെങ്കിലും അങ്ങനെ കല്യാണം കഴിക്കുമോ തൻ്റെ ജീവൻ വെച്ച്? അതോർത്ത് അമ്മാവിനും അമ്മായി ഇരുന്നു. സിധു പറഞ്ഞു, അമ്മാവ് വിചാരിക്കുന്ന പോലെ ഗവൺമെൻറ് ജോലിയല്ല, സാധാരണ ഒരു പ്രൈവറ്റ് ജോലിയാണ്. പക്ഷേ കെട്ടിക്കൊണ്ടുവരുന്ന പട്ടിണി കിടാൻ നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അമ്മാവിന് ഇഷ്ടമാണെങ്കിൽ മീനൂട്ടിയെ ഞാൻ കെട്ടിക്കോളാം. എനിക്ക് ഈ ചൊവ്വയും വെളിയൊന്നുമില്ല. ജാതകദോഷം പറഞ്ഞ അവളുടെ ഇട്ട് നരയിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. സമ്മതാണെങ്കിൽ അടുത്തൊരു മുഹൂർത്തം നോക്കിക്കോളൂ. അവൻ്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ കുറുപ്പ് എണീറ്റു. സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ലായിരുന്നു. അവൻ്റെ കൈകൾ മുറുകെ പിടിച്ച് അയാൾ കണിയാനോട് അവൻ്റെ നാളും മറ്റും പറഞ്ഞു കൊടുത്തു. 2 ആഴ്ചക്കുള്ളിൽ നാളും വിവാഹത്തിനെടുത്തു. സിധു മീനാക്ഷിയോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ചെന്നു. അവൾ റൂമിൽ മേശപ്പുറത്തേക്ക് തലയാഴ്ച വെച്ച് കരയുകയാണ്. സിധു അകത്തേക്ക് കയറി അവളുടെ അരികിലേക്ക് ചെന്നു. അഴിഞ്ഞ മുഖത്തേക്ക് വീണ് മുഖം പറഞ്ഞു കിടക്കുന്ന അവളുടെ മുടി കൈകൊണ്ട് മാറ്റി. പെട്ടെന്ന് അവൾ എണീറ്റ് കണ്ണു തുടച്ചു. നമ്മുടെ സ്വപ്നമല്ലേ നമ്മുടെ കല്യാണം? താഴെ ഇതിന് ഡേറ്റ് കുറിക്കുമ്പോൾ നീ ഇവിടെ ഇരുന്ന് കരയാണോ? അതെന്ത് മോശാ നീ. 2 ആഴ്ച കൂടി കഴിയുമ്പോഴേ സിദ്ധാർത്ഥനെ പെണ്ണായിട്ട് വരാനുള്ള ആളാ. എന്നിട്ടാണോ എന്തൊക്കെയാ സിദ്ധുവേട്ടേ പറയുന്നത്? എനിക്കിനി സിദ്ധുവിൻ്റെ പെണ്ണാവണ്ട. ഒപ്പം ജീവിക്കാൻ പറ്റില്ലെങ്കിലും സാരില്ല, എനിക്കെന്നും കാണാലോ. എൻ്റെ കഴുത്തിൽ താരി കെട്ടി എൻ്റെ സിദ്ധുവേട്ടന് എന്തെങ്കിലും പറ്റിയ വേണ്ട, ഒന്നും വേണ്ട സിദ്ധു. ദേ പെണ്ണെ, മിണ്ടാണ്ടിരുന്നോ? അതെൻ്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങുന്നീ. എനിക്ക് ചൊവ്വയെ പേടിയില്ല. ഇനി നിന്നെ കെട്ടിയിട്ട് ഞാനങ്ങ് ചാവുന്നാണ് ഈ പോട്ടെ പുല്ലെന്ന് വെക്കും സിദ്ധു. പെട്ടെന്ന് അവൾ അവൻ്റെ വായ പൊത്തി. അവനവളെ ചുറ്റിപ്പിടിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്ന് അമ്മാവൻ സിദ്ധു എന്ന് വിളിച്ചു. അവൻ കരിയിൽ അവളോട് പറഞ്ഞു, നിന്റെ അച്ഛൻ കുറുപ്പ് വിളിക്കുന്നു. ഇപ്പോഴും അങ്ങേര് എന്നെ നിന്നോട് മനസ്സമായിട്ടൊന്നും മിണ്ടാൻ സമ്മതിക്കില്ലല്ലോ. എനിക്ക് അങ്ങേര് കംസനാണല്ലോടി. ഈ പോകുവായതേ കല്യാണം കഴിയുമ്പോൾ മിക്കവാറും ഞാൻ നിന്റെ തന്തയെടുത്ത് കിണറ്റിലിടും. അവൾ ചിരിച്ചു പോയി. അവൻ നെറ്റിക്കൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് മുട്ടിച്ചിരിച്ചു. എന്നിട്ട് താഴേക്ക് പോയി. പിന്നെല്ലാം വളരെ വേഗം നടന്നു. കല്യാണം വിളി ഒരുക്കങ്ങൾ കല്യാണം. സിധു നിറഞ്ഞ മനസ്സോടെ അവൻ്റെ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടി. പിന്നീടുള്ള ഓരോ നിമിഷവും മീനാക്ഷി ഉരുകുകയായിരുന്നു. തൻ്റെ ദോഷം കൊണ്ട് തൻ്റെ സിദ്ധുവേട്ടനൊന്നും സംഭവിക്കരുത്. എന്തായാലും അതിന് മരണമായാൽ പോലും തനിക്ക് തന്നെ വരട്ടെ എന്നുള്ളൊരുക്കി പ്രാർത്ഥിച്ചു. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നു. മീനു ഓരോ നിമിഷവും ഭയത്തോടെ കഴിഞ്ഞു. രാത്രി അവൾ പൂജാമുറിയിലായിരുന്നു. രാവിലെ എണീറ്റു. ഭഗവാൻ ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം വെച്ചിട്ട് അതെടുത്ത് അവൾ കുടിച്ച് ഉപവാസം തുടങ്ങി. വൈകുന്നേരം സിദ്ധുവിനെ കാണാൻ ദത്തം വന്നിരുന്നു. നേരം കഴിയുന്തോറും മീനു ക്ഷീണിച്ചു തുടങ്ങി. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് ഉപവാസം തീർന്നപ്പോൾ അവൾ തളർന്നിരുന്നു. അവനത് കണ്ടിട്ട് നെഞ്ചു നേറി. തനിക്ക് വേണ്ടി തൻ്റെ അമ്മയല്ലാതെ ഇത്രയും സഹിക്കാൻ തൻ്റെ താലിക്ക് അവകാശിയായവൾക്ക് കഴിയുന്നവന് മനസ്സിലായി. അവൻ അവളോട് പറഞ്ഞു, മിനൂട്ടി, എനിക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് ഈ ഉപവാസം വേണ്ട. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല സിദ്ധുവേട്ടാ. എനിക്ക് ഒരുപാട് കാലം ജീവിക്കണേ ഏട്ടനൊപ്പം. അതിനെത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാ. അതല്ല, അതുകൊണ്ടല്ല മീനു, നിനക്ക് ഈ ചൊവ്വയൊന്നും ഇല്ല. വെറുതെ ഇരുന്നേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതോർത്ത് ഇങ്ങനെയൊന്നും പറയുന്നത്. സിദ്ധുവേട്ടൻ പോയി കിടന്നു. അവനെ കൊണ്ട് കൂടുതൽ പറയിക്കാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ വായ് പൊത്തിപ്പിടിച്ച് പുറത്തേക്കാക്കി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. ആ റൂമിൽ പോയി കിടന്നു. ഉറക്കം വരുന്നില്ല. പിറ്റേന്ന് രാവിലെ തൊട്ട് സിദ്ധു ആഹാരം കഴിപ്പ് നിർത്തി. അവൾ എത്ര പറഞ്ഞിട്ട് അവൻ കേട്ടില്ല.
പ്രണയിച്ച കാലം അറിയാത്ത സ്നേഹവും കരുതലും രണ്ടാളും പരസ്പരം തിരിച്ചറിഞ്ഞു. ഓരോ ദിവസം അവൾ ഒരുക്കുന്ന കണ്ട് അവന്റെ ഉറക്കം പോയി. 7-ാം നാൾ അമ്പലത്തിൽ പ്രത്യേക പൂജയും വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഉപവാസവും വ്രതവും കടുപ്പമായിരുന്നു. എല്ലാറ്റിനും താങ്ങായി സിദ്ധു നിന്നു. എല്ലാം കഴിഞ്ഞുവെങ്കിലും ആ രാത്രി കൂടി ഒന്നും സംഭവിക്കാതെ കഴിഞ്ഞിട്ടാ മീനാക്ഷി പ്രാർത്ഥിച്ചു. രാത്രി സിദ്ധുവിന്റെ മുറിയിലെത്തിയപ്പോൾ അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. ഉറങ്ങിയെന്ന് കരുതി അവൾ അവനെ വിളിച്ചു. പക്ഷെ അവൻ അനങ്ങിയില്ല. 2-3 വട്ടം വിളിച്ചിട്ട് അവനിൽ നിന്ന് പ്രതികരണമില്ല. അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ചു. ഇല്ല, അനക്കമില്ല. മീനാക്ഷി കരയാൻ തുടങ്ങി. അവൾ അവന്റെ അടുത്തിരുന്ന് അവനെ കുലുക്കി വിളിച്ചു. പെട്ടെന്ന് അവൻ പൊട്ടിച്ചിരിയോടെ കണ്ണ് തുറന്നു. അവൻ നോക്കുമ്പോൾ അവളെ ഏങ്ങലടിച്ച് കരയുകയാണ്. അവനൊന്ന് പതറി. അവൻ പറഞ്ഞു, അയ്യേ എന്റെ മീന്, സോറി. നീ ഇങ്ങനെ കരഞ്ഞ അമ്മയെങ്ങാനും വരേ, പ്ലീസ് സോറി. അവൾ കരച്ചിലടക്കി പിടിച്ച് കരഞ്ഞു. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനോട് ചേർത്തിരുത്തി. കുറെ ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട്. ഒരു കാര്യമില്ല, ആ പട്ടിണി കിടന്ന് വ്രതവും പിടിച്ചിട്ട്. അത് അവസാനിച്ച് നിന്നെ കൈ കെട്ടിയപ്പോൾ ഇങ്ങനെ ഒരു പണിയോ? ഞാൻ സമ്മതിക്കൂല. അവൾ അവനെ നോക്കി ചോദിച്ചു. ഒരു ഉപയോഗം ഇല്ലാതെയോ? എന്റെ ദോഷം മാങ്ങാത്തൊലി. എന്തെങ്കിലും പറയാൻ വരുമ്പോൾ സമ്മതിക്കാതെ കയറി വാപുതിക്കണം. നിനക്കൊരു ചൊവ്വയില്ല. നിന്റെ അച്ഛൻ കംസൻ എനിക്ക് നിന്നെ തരില്ലെന്നും നീ കുളത്തി ചാടി ചാവൂന്നറിഞ്ഞ് ആ ദത്തൻ അവന്റെ അച്ഛൻ്റെ അടുത്ത് നിന്റെ ജാതകം അടിച്ചുമാരി ചേർത്താടി ചൊവ്വേ. ഞാനും അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ പറയാൻ ഓടി വന്നാ. അപ്പോൾ ഒടുക്കത്തെ വായ ഒത്തിപ്പിടി എന്നെ കണ്ടാപ്പോൾ ഓടും. ഒരു കാര്യമില്ലാതെ 7 ദിവസം പട്ടിണി കിടന്നില്ലേ? എൻ്റെ അടുത്ത് വന്നിട്ടും വരാതെ പോയില്ലേ? അച്ഛനും കണക്കാ, മോളും കണക്കാ. അവൾ അന്തമിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം കണ്ട് അവന് ചിരി വന്നു. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, പക്ഷെ നിന്നറിയാൻ എനിക്ക് കഴിഞ്ഞു. എന്നോട് എന്തോരം സ്നേഹമുണ്ടെന്ന്. അത് മതി. ഈ ജന്മം എനിക്ക് നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ. അവൻ അവളുടെ നെറുകയിൽ ചുണ്ടിയേർത്തുകൊണ്ട് പറഞ്ഞു. ആ കണ്ണീരിനിടയിലും അവളുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടു സിദ്ധു. നെയ്തു കൂട്ടിയ കനവുകൾക്ക് നിറം പകർന്ന് ഒരുമിച്ച് ജീവിക്കാനായി സിദ്ധു അവന്റെ മീനവും തീരുമാനിച്ചു.